ഓടിക്കോ വേഗം വേഗം ഓടിക്കോ 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 വേഗം ഓടിക്കോ ഓടിക്കോ ഈ ജനാർദ്ദനൻ അത്യാഗ്രഹിയൊന്നുമല്ല. എന്നാലും ആ ഗോൾഡൻ സ്റ്റാച്യു എനിക്ക് ആവശ്യമുണ്ട്. പല തവണ ആ ഗോൾഡൻ സ്റ്റാച്യു എന്റെ കൈവിട്ടു പോയതാണ്. പക്ഷെ ഇനി അങ്ങനെ ഒരിക്കലും സംഭവിച്ചുകൂടാ. നിങ്ങൾ വന്നോ? എങ്കിൽ ശരി, വേഗം ആ പാറക്കല്ല് പൊട്ടിക്കാൻ നോക്ക്. അകത്തേക്ക് പോകുവാനുള്ള വഴി അത് മാത്രമാണ്. പാറക്കല്ല് ഭയങ്കര കഠിനമാ, പൊട്ടില്ലല്ലോ ബോസേ. ഇനിയിപ്പോ എന്താണ് ചെയ്യാ നമ്മള്? ബോസേ, ആ ഹോള് കണ്ടോ? ആ ഹോളിൽ കൂടി ആരെങ്കിലും അകത്തേക്ക് പോയാൽ, അകത്തുള്ള ലിവർ വലിച്ചാൽ ആ പാറ നീങ്ങും. കൊള്ളാം, തനിക്ക് ബുദ്ധിയുണ്ട്. അത്രയും ചെറിയ ഹാളിൽ ആൾക്കാർക്ക് പറ്റില്ല, കുട്ടികൾക്ക് മാത്രമേ പോകാൻ പറ്റൂ. വരൂ, നമുക്ക് ചെന്ന് കുറച്ച് കുട്ടികളുമായി ഇങ്ങോട്ട് വരാം. വേഗമാവട്ടെ. ഏയ് കുട്ടി, മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വരാൻ നോക്ക്. അവിടെ നിൽക്കാനാ പറഞ്ഞത്. മര്യാദക്ക് തിരിച്ചു പോയിക്കോ കേട്ടോ. ഈ കുട്ടീനെ നമുക്ക് പിടിച്ചുകൊണ്ട് പോയാലോ? കുട്ടിയെന്ന് വിളിക്കരുത്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. വരൂ, ഇനി ഇവിടെ നിന്നാ നമ്മുടെ തടി കേടാവും. വരൂ. തല്ലുകൊണ്ടല്ലേ? സാരമില്ല, നമ്മൾ ഒരിക്കലും എടുത്തു ചാടാൻ പാടില്ല. ബുദ്ധി ഉപയോഗിച്ച് വേണം കാര്യങ്ങൾ നീക്കാൻ. ദേ കണ്ടില്ലേ, 2 കുട്ടികൾ വരുന്നുണ്ട്. ഞാൻ പറയുന്ന വാക്കുകൾ വിശ്വസിച്ച് അവര് 2 പേരും എന്റെ കൂടെ സന്തോഷത്തോടെ വരും. നിക്കൂ മക്കളെ. യെസ് അങ്കിൾ. എന്താണ് മക്കളെ? ജംഗിൾ ബോയ് എന്നും പറഞ്ഞ് ഞങ്ങളൊരു സിനിമ നിർമ്മിക്കുന്നുണ്ട്. അതിൽ മെയിൻ ലീഡിൽ അഭിനയിക്കുവാൻ വേണ്ടി കുറച്ച് കുട്ടികളെ ഓഡിഷൻ ചെയ്യാൻ പോവുകയാണ്. ആക്ടിങ്ങിൽ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? അങ്കിൾ, ഇനി അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്ന്. ഐ ആം എ പെർഫെക്റ്റ് ആക്ടർ അല്ലേ. ഞങ്ങളുടെ നാട്ടില് എന്റെ ആക്ടിങ് കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായി. ആളുകൾ എന്ത് പറയാന്നറിയോ? ഞാൻ വലുതായി കഴിഞ്ഞാൽ സിനിമകളുടെ സൂപ്പർ സ്റ്റാറായി മാറൂന്ന്. അറിയോ? അങ്ങനെയാണെങ്കിൽ നിനക്കൊന്ന് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? ഓ, അതിനെന്താ, ദേ ഇപ്പൊ കണ്ടോ. ഓ ഇല്ല, വിടൂ. ഇതെന്ത് ആക്ടിംഗ് ആണ് മോനെ? ഇമോഷണലിന്റെ പല ഭാഗങ്ങളാണെങ്കിൽ ഇമോഷൻ ഇല്ലെങ്കിൽ പിന്നെ ആക്ട് ചെയ്തിട്ട് പല ഗുണമുണ്ടാ. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ഏത് തരത്തിലുള്ള ആക്ഷൻ ആയാലും എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചിരിച്ച് കരയാനറിയാം, കരഞ്ഞ് ചീറ്റാനറിയാം. ഇപ്പൊ പറഞ്ഞേ, ഞാനല്ലേ മിടുക്കനായ ആക്ടർ. കൊള്ളാം കുട്ടി, നിന്റെ അഭിനയം കലക്കിയിട്ടുണ്ട്. വേഗം വരൂ, ഓഡീഷനുള്ള സമയമായിരിക്കുന്നു. നീ ഒരു ജംഗിൾ ബോയ് ആണ്. സിറ്റിയിലുള്ള ഒരു ചെറുക്കൻ നിന്റെ കൂട്ടുകാരനുമാണ്. മനസ്സിലായോ? എങ്കിൽ വരൂ, നമുക്ക് ഈ കുട്ടികളെയും കൊണ്ടുപോകാം. ഈ കുട്ടിയുടെ ഓഡീഷനും എടുക്കാം. താങ്ക് യു സർ. നോക്കൂ മക്കളെ, ഇവിടെ എല്ലാ സ്ഥലത്തും ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആദി,
നീ ആ കേവിൽ കാണുന്ന ഹാളിലൂടെ ആദ്യം അകത്തേക്ക് കടക്കണം. അകത്ത് കയറിയതിനു ശേഷം പാറക്കല്ല് മാറ്റുവാനുള്ള ഒരു ലിവർ അവിടെ ഉണ്ടാവും. ആ ലിവറിനെ താഴോട്ട് വലിച്ച് മൂടിയിരിക്കുന്ന പാറക്കല്ലിനെ മാറ്റണം. എന്നിട്ട് പുറത്തേക്ക് വന്ന് എല്ലാവരെയും നോക്കി സന്തോഷത്തോടെ ഹലോ പറയണം. മനസ്സിലായോ? നന്നായിട്ട് ചിരിക്കണം കേട്ടോ. സ്മൈലിന്റെ ഓഡീഷനും ആവശ്യമുണ്ട്. എന്നാ ശരി, നന്നായിട്ട് ചിരിച്ചു കാണിച്ചേ. ഹൈ, എന്ത് ഭംഗി. എന്നാ മക്കളെ ചെല്ലേ. പിന്നെ ഒരു കാര്യം, അകത്തും പല സ്ഥലങ്ങളിൽ ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അഭിനയിക്കാൻ മറക്കരുത്. അങ്കിൾ, എനിക്ക് മനസ്സിലായെന്ന്. ഇതൊക്കെ നമുക്ക് ഭയങ്കര ഈസി അല്ലേ? ഹലോ. അതിനകത്ത് കാട്ടാളന്മാരുണ്ടാവും. അവരും അഭിനയിക്കാൻ വേണ്ടി വന്നവരാണ്. അവര് നിന്നെ പിടിക്കാൻ വരും. പക്ഷേ നീ അവരുടെ പിടിയിൽ പെടരുത്. ഇനി അഥവാ അവര് നിന്നെ പിടിച്ചാൽ നീ ഓഡീഷനിൽ തോറ്റുപോകും പറഞ്ഞേക്കാം. കേട്ടല്ലോ? ഓക്കെ സാർ. അങ്കിൾ, ഹലോ. ഹലോ. ആ അങ്കിള് പറഞ്ഞല്ലോ ഇവിടെ ഒരു ലിവർ ഉണ്ടാകൂന്ന്. പക്ഷെ ഇവിടെ ഒരു ലിവറേയും കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് നമ്മള് രണ്ടും കുടുങ്ങി. ഇനിയിപ്പോ നമ്മളെങ്ങനെ പോകും? അത് കണ്ട് അത് നീ ആങ്കളുടെ ഫോൺ ചെയ്ത് ചോദിച്ചേ ഇവിടെയുള്ള ലിവർ എവിടെയാണെന്ന്. ഞാൻ ആങ്കളുടെ ഫോൺ നമ്പർ പേടിച്ചില്ലെന്നേ. എന്നാ പിന്നെ ശിവയ്ക്ക് ഫോൺ ചെയ്യേ. ഹലോ ശിവ, ഒന്ന് വേഗം വാ. ഞാനും യൂടി അകപ്പെട്ടു പോയടാ. എന്ത് ആക്ടിംഗ് ഓഡിഷനോ? ഓക്കെ ഓക്കെ, ഡോണ്ട് വരി, ഞാൻ വരാം. രേവ, ആദ്യം യൂഡിയോ ഏതോ ഒരു കാട്ടിൽ അകപ്പെട്ടിരിക്കുന്നു. രേവ, എനിക്കെന്തോ ഈ ആൾക്കാരെ കണ്ടിട്ട് ഷൂട്ടിങ്ങിന്റെ ആൾക്കാരെ പോലെ തോന്നുന്നില്ല. എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ശിവ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ജനാർദ്ദനൻ ഒരു അത്യാഗ്രഹിയല്ല. എന്നാലും ആ ഗോൾഡൻ സ്റ്റാച്യു എനിക്ക് വേണം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ കുട്ടി അകത്ത് ചെന്ന് ആ കല്ല് മാറ്റി പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും അവരവരുടെ ഗണ്ണെടുത്ത് അകത്തേക്ക് ഓടിച്ചെല്ലണം. ആദിവാസികൾ വന്നാൽ എല്ലെണ്ണത്തിന് വെടിവെച്ച് തകർക്കണം. കാരണം ജനാർദ്ദനൻ അത്യാഗ്രഹിയല്ല. എന്നാലും ആ ഗോൾഡൻ സ്റ്റാച്യു എനിക്ക് വേണം. ഓഹോ, അപ്പൊ ഇതാണ് കാര്യം. രേവ, ഇവര് ആദിനെയും യൂഡിനെയും ആക്ടിംഗ് ആണെന്ന് പറഞ്ഞ് കബളിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആദ്യ, നീ ഇപ്പൊ എവിടെയുള്ളത്? ശിവ, നീ എത്തിക്കഴിഞ്ഞോ? എവിടെയാണെന്ന് പറ. ഞങ്ങള് ഇതിനകത്തുള്ള ഒരു വലിയ കല്ലിന്റെ പുറത്ത് കയറിയിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ കാട്ടെട്ടുകലയും പിന്നെ കാട്ടുപല്ലിയൊക്കെ ഉണ്ട്. പേടിയായിട്ട് വയ്യ. ഒന്ന് വേഗം വന്നേ, ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്ത് ശിവ. ശിവ, ദേ അവരവിടെയുണ്ട്. അത് യുഡി. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ശരിക്കും എന്താ നടക്കുന്നെന്ന് പറയ് വേഗം. ശിവ, സിനിമയുടെ ഡയറക്ടർ എന്നെ ജംഗിൾ ബോയ് ആയിട്ട് ഒരു പടം എടുക്കാൻ പോവാണെന്നേ. യൂഡി സിറ്റിയിൽ നിന്ന് വന്ന ഒരു ബോയ് ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ ഞാൻ അയാളോട് ചോദിച്ച റോള് മേടിച്ചു തരാം കേട്ടാ. വേഗം വാ, ഈ ലിവർ മാറ്റിയിട്ട് വേണം ആ കല്ല് മാറ്റാനായിട്ട്. അത് അവരുണ്ടല്ലോ. Toro, 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 toro. Kalli, 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 kalli.
രവ എന്റെ സ്മൈൽ എങ്ങനെയെന്ന് പറ. ഹലോ, എങ്ങനെയുണ്ട്? ആദി, നിനക്ക് തലയ്ക്ക് വല്ല വട്ട് പിടിച്ചോ? എന്താണ് പരിസരബോധം പോലും ഇല്ലേ? ഇവിടെ ശിവ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പോരാടുന്നു, നീ ഇവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നോ? നിന്നെ ഞാൻ ആദി, നീ വിചാരിക്കുന്ന പോലെ പുറത്ത് നിൽക്കുന്നത് സിനിമയുടെ ഡയറക്ടർ അല്ല, അതുപോലെ ഇത് സിനിമയുടെ സെറ്റും അല്ല. പുറത്ത് നിൽക്കുന്ന ഗുണ്ടകൾ ഒരു ഗോൾഡൻ സ്റ്റാച്യു സ്വന്തമാക്കാൻ നോക്കുകയാണ്. അതിനുവേണ്ടി നിന്നെ അവർ ഉപയോഗിച്ചതാ. എന്ത്? അവരപ്പ എന്നെ മണ്ടനാക്കിയല്ലേ? ശരി, ലഡു സിംഗ് സാറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറയാം. ഹലോ ലഡു സിംഗ് സാർ, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. എന്താ പറഞ്ഞേ? ശിവ, നിനക്ക് എന്റെ സഹായം വേണമെന്നോ? അതെ ലഡു സിംഗ് സാർ, ഞങ്ങൾ കാട്ടിന്റെ അകത്ത് ഒരു ഗുഹയിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ശിവ, ദാ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ആകാശം വഴി വന്നാ മതി, അപ്പൊ അത് ആരും അറിയില്ലല്ലോ. എന്നാ ശരി, ഡോണ്ട് വറി, ഞാൻ ആകാശത്തിലൂടെ തന്നെ വന്നോളാം. ആ ഗുണ്ടകൾക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഓക്കെ, ബൈ. ശിവ, ശിവ, അങ്ങോട്ട് നോക്ക്. നോക്കി. ആട് നോക്കിരാ, ആട് നോക്കിരാ, ഫർ ഫർ, പട്ടടിക്കേ പട്ടടിക്കേ. ആരെങ്കിലും ഒന്ന് പിടിക്കണേ. ഹോഗാ, ഹോഗാ, ഹോഗാ. പേടറാം, ഇവരോടൊന്ന് പറ, ഞാൻ എന്നും കുളിക്കാറുണ്ടെന്ന്. അതുകൊണ്ട് വെള്ളം ചൂടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നേ. സാറേ, ഈ ചൂടുവെള്ളം കുളിക്കാൻ വേണ്ടിയല്ല, നമ്മളെ ഇവര് ചുട്ട് പഴുപ്പിക്കാൻ വേണ്ടിയാണ് ഈ വെള്ളം ചൂടാക്കുന്നത്. എന്ത്? ശിവ, നീ എവിടെയാണ്? ഞാൻ അവരുടെ ശ്രദ്ധ തിരിപ്പിക്കാം. നിങ്ങൾ വേഗം ചെന്ന് ലഡു സിംഗ് സാറിനെ രക്ഷിക്കണം. ഓക്കേ ശിവ. ഹേയ്, എന്നെ വന്ന് പേടിക്കോ. ആട പടുക്ക് പടുക്കേ, ആട പടുക്ക് പടുക്കേ. ആരെങ്കിലും കയറൊന്ന് ഊരിവിടണേ. സാരാഫൂത്ത, സാരാഫൂത്ത. യാഹൂ, ആരാഹൂ, ആരാഹൂ. ശിവ എവിടെ പോയി? ശിവ, खबर से लड़पो थूर खरफू लफरन्ये हबार फर्द्या. എന്താ പറഞ്ഞേ? നമ്മളോട് നന്ദി പറയാണ്. സിർ ഫാർ കാർഫൂക്, ലാർ ഫാർ ആറാബ്, കാർഫേ, സർ ഫോനെ കാർഫേ മാർഫോത്തി, ചാർ ഖുറാനെ ചുരാത്തെ തി, അം ഫാർക്കോ ഹും ഫാർഖി, ബഫർ കർണ ഹർ ഫോർ ഗർഫ. അവൻ പറഞ്ഞത് സ്വർണ്ണശില്പം മോഷ്ടിക്കാൻ ചില ഗുണ്ടകൾ വന്നിട്ടുണ്ടെന്നാണ്. അറിയോ, അവനെ പിടിക്കണമത്രേ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷ അറിയാലോ. നിങ്ങൾക്കറിയാം, പക്ഷെ സംസാരിക്കാറില്ല. വരൂ, നമുക്കവരെ പിടിക്കേണ്ടതുണ്ട്. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. ഈ പ്ലാനിൽ ആദ്യമായിരിക്കും നന്നായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. ഹലോ, സോറി, വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ. കാരണം ഇവിടുത്തെ കാട്ടാളന്മാര് ഒരു സ്വർണത്തിന്റെ സ്റ്റാച്ചു എടുത്ത് അവരെങ്ങോട്ടോ പോകുമായിരുന്നു. അവരാരും കാണാതെ പതുങ്ങി പതുങ്ങി അവരുടെ പുറകെ പോയി. അവർക്ക് എന്നെ കണ്ടുപിടിക്കാനേ ആയില്ല. ഹലോ, എങ്ങനെയുണ്ട് എന്റെ ആക്ടിങ്? കൊള്ളാവോ അങ്കിൾ? കൊള്ളാം, വെരി ഗുഡ്, വെരി ഗുഡ്. വേഗം വരൂ. എവിടെയാണ് ആ മൂർത്തി ഉള്ളത്?
അവിടെയാണ് ക്യാമറ വെക്കേണ്ടത്. പിന്നെ നിന്നെ ഫൈനലിലേക്കും സെലക്ട് ചെയ്തു. താങ്ക് യു അങ്കിൾ. പ്ലീസ് ഫോളോ മീ. ദേ കേട്ടോ. അങ്കിൾ, നിങ്ങളുടെ ഷൂട്ടിംഗ് ഇതോടെ അവസാനിച്ചിരിക്കുന്നു. ലഡു സിംഗ് സർ വേഗം അവരെ അറസ്റ്റ് ചെയ്യൂ. ഈ ജനാർദ്ദനൻ ഒരു അത്യാഗ്രഹി അല്ല. പക്ഷേ ഈ ഗോൾഡൻ സ്റ്റാച്യു എനിക്ക് കിട്ടിയേ പറ്റൂ. നിങ്ങൾ വേഗം ആ അമ്പും വില്ലും താഴെ ഇടൂ. ഈ ഗണ്ണിന്റെ മുൻപിൽ അത് ഒരു വിലയില്ലാത്തതാണ്. അവന്മാരെന്തിനാ ഡാൻസ് കളിക്കുന്നത്? അവരുടെ ഗോൾഡൻ സ്റ്റാച്യു അല്ലേ നമ്മൾ കൊണ്ടുപോകാൻ നോക്കുന്നത്. അങ്കിൾ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ സ്റ്റാച്യു ഇവിടേക്ക് വന്നപ്പോ തൊട്ട് ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ട് ഇവർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതോടെ അവരുടെ ബുദ്ധിമുട്ടൊക്കെ തീരുന്നാണ് പറയുന്നത്. കൊള്ളാലോ, ഇതൊന്നുകൂടെ നന്നായി എന്നാണല്ലോ തോന്നുന്നത്. ഇവരും സന്തോഷിക്കട്ടെ, കൂട്ടത്തിൽ നമുക്കും സന്തോഷിക്കാമല്ലോ. എന്നാ ഇനി എല്ലാവരും കൂടി ചേർന്ന് ഒരു ഡാൻസ് അങ്ങ് കാച്ചിയാലോ? നീ എന്താണ് ചെയ്തത് കുട്ടി? ഞങ്ങൾ എല്ലാവരെയും നീ വിഡ്ഢികളാക്കിയല്ലേ? ഗണ്ണ് തട്ടിയെടുക്ക കുട്ടിയുടെ കയ്യിൽ നിന്ന്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഞാനൊരു കുട്ടിയുടെ മുൻപിൽ ഒരിക്കലും തോൽക്കില്ല. എന്റെ പ്ലാൻ ഒരു ചെറിയ കുട്ടി വന്നിങ്ങനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വർഷങ്ങളായിട്ടുള്ള എന്റെ സ്വപ്നം തകർക്കാൻ ഈ കുട്ടിയെ കൊണ്ട് ഞാൻ സമ്മതിക്കില്ല. അല്ല, നീ എന്തുവായി കിടന്ന് എണ്ണുന്നത്? 3 പ്രാവശ്യം നിങ്ങൾ എന്നെ കുട്ടിന്ന് വിളിച്ചു. ഞാൻ 3 പ്രാവശ്യമല്ലേ പറഞ്ഞുള്ളൂ. അതിന് നീ ഇങ്ങനെ 30 പ്രാവശ്യം എന്നെ ഇടിച്ചു കളഞ്ഞാലോ? സോറി അങ്കിൾ, തെറ്റ് പറ്റിപ്പോയി. വേണമെങ്കിൽ നമുക്ക് വീണ്ടും തുടങ്ങിയാലോ? നിങ്ങൾ 3 പ്രാവശ്യം കുട്ടീന്ന് വിളിക്കൂ, പിന്നെ ഞാൻ 3 പ്രാവശ്യം മാത്രമേ തല്ലൂ. എനിക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? ജീവിതകാലം മുഴുവനും ഇവന്റെ ഇടിയും കൊണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യ. എന്നെ രക്ഷിക്കണം, രക്ഷിക്കണം. ലഡു സിംഗ് സാറേ, എന്നെ ഇവിടെ കരയുന്നത് നിർത്ത്. കരയുന്നത് നിർത്താൻ പറഞ്ഞില്ലേ ഞാൻ? വേണ്ട, വേണ്ട, എനിക്ക് അടികൊള്ളാൻ വയ്യ. നിന്നോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഫക്കൂർജി. ഹിഞ്ച കുജ, ഹിഞ്ച കുജ.